എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഹൃത്തുക്കളെ? ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇന്ന് രണ്ടും ഒരു ഗ്യാപ്പ് ഡൗണിലായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്നലെ നിഫ്റ്റി ഒരു BTST ഞങ്ങൾ പ്രീമിയം ഗ്രൂപ്പിലെടുത്തിരുന്നു. അത്യാവശ്യം സാമാന്യമായ പ്രോഫിറ്റ് കിട്ടി. നിഫ്റ്റി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ആലോചിച്ചത് ബാങ്ക് നിഫ്റ്റി കൂടെ കൊടുക്കായിരുന്നു എന്ന്. അപ്പോഴേക്കും 3:30 ടൈം കഴിഞ്ഞിരുന്നു. ഓക്കെ, ഏതായിരുന്നാലും സന്തോഷം. രാവിലെ തന്നെ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയല്ലോ നിഫ്റ്റിയിൽ. 80 പോയിൻ്റ് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നല്ലോ നിഫ്റ്റി. ഈ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം ഇൻഡെക്സിൽ നമുക്ക് കാര്യമായ ഒരു പുരോഗതി, ഒരു മെച്ചമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ തുറന്നു പറയണം. സത്യമായിട്ടും ഇൻഡെക്സ് ഇപ്രാവശ്യം ഈ ആഴ്ച ചെറിയ 1-2 കോളുകൾ പ്രോഫിറ്റോടുകൂടി ഇറങ്ങാൻ പറ്റി എന്നല്ലാതെ കൂടുതലൊന്നും ഈ ആഴ്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം സ്റ്റോക്ക് ഓപ്ഷൻ ഗ്രൂപ്പിൽ സ്റ്റോക്ക് ഓപ്ഷൻ ആണെങ്കിലും കമ്മോഡിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ്. ഇന്ന് പോലും നല്ല പ്രോഫിറ്റാണ്. ഇപ്പോൾ ഈവനിങ് കൊടുത്ത ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും രണ്ടിലും 1250 വീതം ഒരു ലോട്ടിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ബിഗിനേഴ്സാണ്. ഒത്തിരി പേര് തുടക്കക്കാരെ എല്ലാവരും ഈ തുടക്കത്തോടു കൂടി തന്നെയാണല്ലോ പിന്നീട് എക്സ്പീരിയൻസായി മാറുന്നത്. അതിന് ഞാൻ ബിഗിനേഴ്സിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരുടെ പോരായ്മകൾ പറയുകയല്ല. പക്ഷേ ഈ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ പ്രൈവറ്റ് മെസ്സേജ് ചെയ്യുന്ന ഒരുപാട് പേര് എത്രയോ രൂപ കളഞ്ഞവരാണ് കേട്ടോ. ഒരുപാട് പേര് പൈസ കളഞ്ഞ് മാനസികമായി തകർന്നിട്ടാണ് അവസാനം നമ്മുടെ അടുത്തേക്ക് വരുന്നത്. എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിക്കോളൂ, 2-3 പേര് എന്താ പറയുക, അവർ പണം കളഞ്ഞത് മാത്രമല്ല അവർക്ക് ശരിക്ക് ട്രേഡ് ചെയ്യാൻ അറിയുന്നില്ല എന്നുള്ളതാണ്. ഈ ട്രേഡ് ചെയ്യാൻ അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഈ തിരക്ക് പിടിച്ച് ഈ ചാർട്ട് അനലൈസ് ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റൊക്കെ നോക്കി സിഗ്നലുകൾ കൊടുക്കണം. ഓപ്ഷൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട്, ഇൻഡെക്സ് ഓപ്ഷൻ ഗ്രൂപ്പ് വേറെ ഉണ്ട്. അതിന് പുറമെ ഒരുപാട് പേര് പേഴ്സണലിൽ വന്ന് സംസാരിക്കും. ഇവർക്കൊക്കെ നമ്മൾ മറുപടി കൊടുക്കണം. ഇതിനിടയ്ക്ക് നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഇവർക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും? ആ ഒരു സങ്കടം കൂടെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, സാധാരണ വെള്ളിയാഴ്ച വീഡിയോ ചെയ്യാറില്ല. ബിഗിനേഴ്സ്, അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പുറത്തു നിന്ന് ഇത് എന്തോ സംഭവമാണ്, പണം ഉണ്ടാക്കാൻ എളുപ്പമാർഗമാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എടുത്തു ചാടുന്നവരുണ്ടല്ലോ. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ മാർക്കറ്റ് എന്താണ്, ഇതിൽ നിന്ന് എങ്ങനെയാണ് പണം നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യത ഉണ്ടോ, നഷ്ടത്തിനാണോ സാധ്യത കൂടുതൽ, ലാഭത്തിനാണോ സാധ്യത കൂടുതൽ എന്നുള്ളതൊക്കെ വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കി വേണം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങേണ്ടത്. ഇന്നിപ്പോൾ ഒരുപാട് പേപ്പർ ട്രേഡുകളുണ്ടല്ലോ. ഏതിലെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ട്രയൽ പരീക്ഷിക്കാം. ട്രയൽ പരീക്ഷിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ റിയൽ പ്ലാറ്റ്ഫോമിൽ തന്നെ കയറിയിട്ട് ഒരു സ്ട്രൈക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. എന്നിട്ട് അത് എടുത്തതായിട്ട് സങ്കല്പിക്കുക. അത് ലോസിലേക്കാണോ പ്രോഫിറ്റിലേക്കാണോ പോകുന്നത് എന്ന് നോക്കുക. അങ്ങനെ കുറച്ച് ദിവസം നിങ്ങൾ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളിൽ സ്വയം ഒരു വിശ്വാസ്യത വന്നു കഴിഞ്ഞാൽ മാത്രം റിയൽ മാർക്കറ്റിൽ പണം ഇറക്കി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രൈക്ക് നമ്മൾ എടുത്തിട്ട് അതിലിങ്ങനെ വാച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻഡെക്സ് 24,323 ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രീമിയം സ്ട്രൈക്ക് ഇങ്ങനെ നമ്മൾ കൂടാതെ ഇങ്ങനെ ഇറങ്ങുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതെന്താണ്, ഇൻഡെക്സ് കൂടുന്നുണ്ടല്ലോ, പ്രീമിയം എന്താണ് കൂടാത്തത്? അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ശ്രദ്ധ വരും. അങ്ങനെ ഓരോന്നിലും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ മാർക്കറ്റിൽ നിങ്ങൾ പണം ഇറക്കി ട്രേഡ് ചെയ്യുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ കൂടുതൽ ശ്രദ്ധാലുക്കളാവും. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നാൽ നമുക്ക്
പുതിയ ആളുകൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. പക്ഷേ ഒരു സ്ട്രൈക്ക് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യാനും അത് കണ്ടുപിടിക്കാനും അത് ലേറ്റസ്റ്റ് എക്സ്പയറി ആണെന്ന് മനസ്സിലാക്കി അത് ഓരോ ഇൻഡെക്സും ഏത് ദിവസമാണ് എക്സ്പയറി എന്ന് മനസ്സിലാക്കി അതിനെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാനും പറഞ്ഞ പ്രൈസിൽ ലിമിറ്റ് ഓർഡർ വെച്ച് കൺഫേം കൊടുക്കാനും അതോടൊപ്പം തന്നെ അത് എക്സിക്യൂട്ട് ആയ ശേഷം സ്റ്റോപ്പ് ലോസ് വയ്ക്കാനും അത്യാവശ്യം ടാർഗറ്റ് എത്തി പ്രോഫിറ്റ് മതി എന്ന് തോന്നുകയാണെങ്കിൽ എക്സിറ്റ് അടിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും ഇതൊക്കെ ഒരു ബേസിക് നോളേജ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം കൂലിക്കാശങ്ങൾ ഉണ്ടാക്കാം. ഞാൻ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ഒരു സ്വപ്നലോകത്തേക്ക് കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് കൂലിക്കാശ് ഉണ്ടാക്കാം, പക്ഷേ അത് നിങ്ങൾ കറക്റ്റായിരിക്കണം. ഇപ്പോൾ ഇന്നത്തെ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഒരു സാധു മനുഷ്യൻ അദ്ദേഹം എത്ര രൂപയാണെന്ന് ലോസ് ചെയ്തറിയോ? നിങ്ങൾ കണ്ടാൽ ഞെട്ടും. ആ ഒരു സാധനം എടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാൻ ഈ സമയം ഇല്ലാത്ത സമയത്ത് പോലും വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കൂ, ഏഞ്ചൽ വണ്ണിൽ ഇങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ സെറോദയിൽ ഇങ്ങനെയാണ് ചെയ്യുക, അപ്സ്റ്റോക്സിൽ ഇങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്നൊന്നും ഒരു കാര്യവും നമുക്ക് ഗൃഹസ്ഥമാക്കാൻ കഴിയില്ലല്ലോ. നോക്കൂ, ഇവിടെ പറഞ്ഞ ട്രേഡിനെ കറക്റ്റായ ടൈം വരാതെ എൻട്രി എടുത്തിട്ട് സംഭവിച്ചതാണ്. നോക്കൂ, ആ സാധു ഈ വീഡിയോ അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇത് മറ്റുള്ളവർക്കൊരു പാഠമാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളെ ഒന്നുകൂടെ മാനസികമായി തകർക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. മറ്റുള്ളവരും ഇനി ഇതേപോലെ ആവരുത്, നിങ്ങളും ആവരുത് എന്നുള്ളൊരു നല്ല ചിന്ത കൊണ്ടാണ്. കാരണം ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന ഞാനും വലിയ ഉണ്ണിയായിട്ടൊന്നുമല്ല. ഞാനും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് പൈസ കളഞ്ഞവനാണ്. സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ, അന്ന് ഈ ഇൻ്റർനെറ്റ് കാര്യങ്ങളൊന്നും ഇത്ര സുലഭമായിട്ടില്ല. അന്നേ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഇവിടെ കളിച്ച കളികൾക്ക് പിന്നീടാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞതും ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതും. ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും അതെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതും മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് ആവുന്ന വിധം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതും. അതിന് ഞാൻ ചെറിയ ഫീയും വാങ്ങുന്നുണ്ട്. പിന്നെ ആർക്കും ഞാൻ ഓസി ആയിട്ടൊന്നും ചെയ്തു കൊടുക്കുന്നില്ല, സന്തോഷത്തോടെ തരുന്ന ഫീ ഞാൻ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ഓപ്ഷൻ എക്സാമ്പിൾ ഇത് കണ്ടല്ലോ, ആ സാധു ചെയ്ത കാര്യമാണത്. ഇത്തരത്തിൽ ഇനിയും ഇത് ഒന്ന് മാത്രമല്ല, ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, സമയം നമുക്ക് വൈകും. നോക്കൂട്ടോ, നമ്മൾ കൊടുക്കുന്ന സർവീസ് ഇപ്പോൾ നമ്മുടെ ജനറൽ ഗ്രൂപ്പിൽ ചേർന്നവർക്കൊക്കെ അത് കാണാൻ കഴിയും. ഇൻഡെക്സ് ഓപ്ഷനിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതേപോലെ ഫിൻ നിഫ്റ്റി, അതേപോലെ മിഡ് ക്യാപ്പ് സെൻസെക്സ്, ബാങ്ക് എക്സ്, അതിലുള്ള ആ എല്ലാറ്റിലും ഹീറോ സിഗ്നലുകൾ. അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസ്, കമ്മോഡിറ്റി, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, സിൽവർ മൈക്ക് ഞാൻ വല്ലപ്പോഴും കൊടുക്കാറുള്ളൂ. കാരണം ഇതിൽ രണ്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് നമ്മുടെ ക്ലയൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി എല്ലാം കൂടെ കൊടുത്തിട്ട് തലവേദന ആക്കണ്ടല്ലോ അവർക്ക് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയും സർവീസിന് ചെറിയ, അതായത് സാധാരണ പൈസ ഇല്ലാത്തവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ 3 ദിവസത്തെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഒരു 200-220 രൂപയ്ക്ക് കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ 3 ദിവസം ചെയ്യുന്നവർ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബുധനാഴ്ച രാവിലെ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ. വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ ചെയ്താൽ നിങ്ങൾക്ക്, വെള്ളിയാഴ്ച ചെയ്താൽ 2 ദിവസം നഷ്ടമാവും, വ്യാഴാഴ്ച ചെയ്താൽ 1 ദിവസം നഷ്ടമാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ 3 ദിവസത്തെ പരമാവധി, അതെന്തറിയോ, പൈസ ഇല്ലാത്തവർക്ക്, അതായത് ഈ ട്രേഡ് ചെയ്യാൻ തന്നെ 5000-10,000 കൊണ്ട് ഇറങ്ങിയിട്ട് അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആലോചിച്ചിട്ട് ഈ 3 ദിവസത്തേക്ക് ചെയ്തത്. അവർ ഒന്നുമില്ലെങ്കിൽ അവർക്ക് വന്നിട്ട് ഗ്രൂപ്പിൽ ഇത് എന്താണ് നടക്കുന്നത് എന്നെങ്കിലും ഒന്ന് അവർക്ക് മനസ്സിലാക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നൊക്കെ നല്ല പ്രോഫിറ്റാണ് നമ്മുടെ സ്റ്റോക്ക് ഓപ്ഷൻ ഗ്രൂപ്പിൽ. അത് ഞാൻ എടുക്കുക. ഇപ്പോൾ ലാസ്റ്റ് ക്രൂഡ് ഓയിൽ കൊടുത്തത് 13 പോയിൻ്റ് അപ്സൈഡ് പോയിട്ടോ. പക്ഷേ ഞാൻ ഈ ഒരു കാര്യത്തിനോട് യോജിക്കുന്നവനാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഒരു 10 പോയിൻ്റ് ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു 5 പോയിൻ്റ് കയറിയിട്ട് അവിടെ ഇങ്ങനെ കടന്ന് വട്ടം തിരിയുകയാണെങ്കിൽ
പിന്നെ എന്തിനാണ് ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നത്? വേഗം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ ആ ഒരു കാര്യം, ക്രൂഡ് ഓയിലാണ് ഇത്. ഇത് എന്താണ്, നാച്ചുറൽ ഗ്യാസിൽ പ്രോഫിറ്റ് ഇതാ ഈ സുഹൃത്ത് കറക്റ്റ് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്തു. ഇത്തരത്തിൽ നല്ല പെർഫെക്റ്റായിട്ട് പേടിയില്ലാതെ ധൈര്യത്തോടെ ചെയ്യുന്നവരുണ്ട്, അത്രക്കാരും ഉണ്ട്. അതേസമയം നമ്മുടെ മറ്റൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഇതുപോലെ ഈ മാർക്കറ്റിൽ ഒരുപാട് പൈസ കളഞ്ഞ ആളാണെന്ന് തോന്നുന്നുണ്ട്. എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരനും ചെറിയ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വേഗം എക്സിറ്റ് ആകും. പുള്ളി പറയുന്നത് ഇതുപോലെ 4-5 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ആയല്ലോ എന്നാണ്. അതേപോലെ തന്നെ ഇപ്പം ഇന്ന് ഞങ്ങളെടുത്ത് LTTSൽ 10 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് കൊടുത്തിരുന്നത്. അതായത് 1100 രൂപ സംതിങ് വരും അത് SL ഹിറ്റായിൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗം 500 ആയപ്പോൾ എക്സിറ്റ് അടിച്ചിട്ട് ഗ്രൂപ്പിലിട്ടു, ഞാൻ എക്സിറ്റ് ആയിട്ടോ എന്ന് പറഞ്ഞിട്ട്. കണ്ടോ? അപ്പോൾ അത് ഇനിയിപ്പോൾ അത് താഴെ പോയിട്ട് SL ഹിറ്റായി വീണ്ടും താഴെ പോയാൽ നമുക്ക് 1000-1100 രൂപ പോയോ? ഇല്ല, ഇത് തിരിച്ച് വീണ്ടും നമ്മുടെ എൻട്രി പ്രൈസിലേക്ക് തന്നെ വന്നാൽ നമുക്ക് വീണ്ടും എടുക്കാമല്ലോ. അത് പിന്നീട് അങ്ങനെ മുകളിലേക്ക് തന്നെ പോകും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാം ഇന്ന് ഒരെണ്ണം മാത്രമേ SL ഹിറ്റായിട്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം പ്രോഫിറ്റാണ്. അതേപോലെ മിക്ക ദിവസങ്ങളിലും SL ഹിറ്റാവാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തുടക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പണം ഇറക്കി ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി മാർക്കറ്റിലേക്ക് ഇറങ്ങുക. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെയും ഇവിടെയും കുറച്ച് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും പ്രീമിയം ഗ്രൂപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് പേർക്ക് കറക്റ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സമയ ലഭ്യതയ്ക്കനുസരിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്തോളുന്നില്ല. മറ്റുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ കാര്യം ഇങ്ങനെയാണ്. നിഫ്റ്റിയിൽ ഇന്ന് 24,355 മുകളിൽ നമുക്ക് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുത്ത് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കൂ, വന്നിട്ടില്ല, ക്രോസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ താഴത്തേക്ക് 24,240 അല്ലേ പറഞ്ഞത്? ഇതേതാണ്? 24,355 കേട്ടോ പറഞ്ഞത്. അവിടെ നോട്ടെ. ഓക്കെ, 1 അവർ ക്യാൻഡിൽ കറക്റ്റായിട്ടാണ് ടച്ച് ചെയ്തിട്ട് താഴത്തേക്ക് വന്നത് അല്ലേ? 15 മിനിറ്റ് നോക്കിക്കോളൂ, സെയിമാണ്. ഓക്കെ, ഇനി താഴെ വന്നാൽ 24,000 ഇവിടെ അല്ല നമ്മൾ പറഞ്ഞു, 24,000 ഇവിടെ 24,240 വന്നാൽ നമുക്ക് ഇത് ക്രോസ് ചെയ്താൽ താഴേക്കും എടുത്തു പോകാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ന് ഓപ്പൺ ചെയ്തത് ഫസ്റ്റ് ക്യാൻഡിൽ ഇതല്ലേ? ഇന്ന് ഓപ്പൺ ചെയ്തത് 24,213 അതായത് ഇതിന് താഴെ ഓപ്പൺ ചെയ്തതുകൊണ്ട് നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ എടുക്കാൻ കഴിയില്ല. ആ സ്പോട്ടിൽ തന്നെ അത് റിക്കവർ ചെയ്യാനും സാധ്യത ഉള്ളതുകൊണ്ട് നമുക്കത് സേഫ്റ്റി ആയി താഴേക്ക് എടുത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ അല്ലേ? അതേപോലെ തന്നെ അത് പിന്നീട് മുകളിലേക്ക് പോവുകയും ചെയ്തു. മുകളിലേക്ക് പോയി 1 അവർ ക്യാൻഡിൽ. അതേസമയം നിങ്ങൾ നോക്കൂ, 15 മിനിറ്റ് ക്യാൻഡിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. 24,219 ഓപ്പൺ ചെയ്ത് 24,354 വരെ പോയി. ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് 24,213 ഗ്യാപ് ഡൗണിലാണ്. പിന്നീട് അവിടെ നിന്നൊരു സൈഡ് വേയിലൂടെ പോയിട്ട് ജസ്റ്റ് ഈ ലൈനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി ഇതിനകത്ത് തന്നെ കുറച്ച് നേരം സൈഡ് വേയിലൂടെ കളിച്ച് വീണ്ടും താഴെ വന്ന് ഇവിടെ നോക്കൂ, ക്ലോസ് ചെയ്തത് 24,223 നോക്കൂ. നമുക്ക് വേണ്ടത് 24,240 അല്ലേ? അതല്ലേ ക്രോസ് ചെയ്യേണ്ടത്. 15 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ എടുത്തിരുന്നെങ്കിൽ ചെറിയ പ്രോഫിറ്റ് നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ അത് സ്കാൽപ്പിങ്ങിനാണ് പറ്റുള്ളൂ. നമ്മളെപ്പോഴും വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ ഒരു 100-120 പോയിൻ്റൊന്നും എടുക്കാനുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. കണ്ടില്ലേ? ഇത് എത്ര നോക്കാം.
വെറും 33 പോയിൻ്റ്. അതിൽ കാര്യമില്ലല്ലോ. അതേസമയം ഇത് 1 അവറിലേക്ക് മാറ്റി നോക്കൂ. ഇതാണ് ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറയുക. പക്ഷേ ഇതിൽ വേറൊരു കാര്യം, ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പോയാണ് വീണ്ടും താഴത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു പ്രോപ്പറായ ഒരു എൻട്രി അല്ല അത്. ആ എൻട്രി മസ്റ്റായിട്ട് എടുക്കേണ്ട ഒരു സമയമല്ല അത്. എന്നാലോ ഇപ്പോൾ ഇത് ഫേക്ക് ബ്രേക്ക് ഔട്ടാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ താഴെ നിന്ന് മേലെ പോയി താഴെ വന്നാലും. അതേസമയം 1 അവറിൽ നോക്കിയേ, എവിടെയാണ് ക്ലോസ് ആയിരിക്കുന്നത്? ഇതാ ഈ ലൈനിന് മേലെ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, അതായത് ഒരൊറ്റ ട്രേഡിൽ 100-200 പോയിൻ്റ് ക്യാച്ച് ചെയ്യുന്നവർ എപ്പോഴും 1 അവർ ടൈം ഫ്രെയിം ഉപയോഗിക്കാട്ടോ. ഇനി ബാങ്ക് നിഫ്റ്റി പ്രീവിയസ് ഹൈ 250 ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് പോകാം. പക്ഷേ ബ്രേക്ക് ചെയ്യുക മാത്രമല്ല, താഴെ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് വീണ്ടും താഴേക്ക് വരികയാണ് ചെയ്തത്. ഇവിടെ 52,360 അല്ലേ, നമ്മൾ 360 ക്രോസ് ചെയ്താലാണ് നമുക്ക് അടുത്ത എൻട്രി. 1 അവറിൽ നോക്കൂ, ക്രോസ് ചെയ്തിട്ടില്ല. ക്രോസ് ചെയ്തു, പക്ഷേ ക്ലോസ് ചെയ്തിട്ടില്ല. അതേസമയം നമ്മൾ അതിന് മുമ്പൊരു, ഇതുവരെ വെയിറ്റ് ചെയ്യേണ്ട അതിന് മുമ്പ് നമ്മളൊരു സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 845, 52,845 ഇതാ ഇവിടെ. ഓക്കെ, പക്ഷേ ഇവിടെ എന്തായി? ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ടും നമുക്കൊരു പ്രോപ്പറായ എൻട്രി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഈ ആഴ്ച ഇങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് കാര്യമായി ഓപ്ഷൻ ബൈയിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇന്നലെ ഒരു 2 സ്റ്റോക്ക് കൊടുത്തത് കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. HDFC ലൈഫാണ്. HDFC ലൈഫ് 607 ഓപ്പൺ ചെയ്തത് 606 608.40 വരെ പോയി. ലോ 606. അപ്പോൾ ആ സമയത്ത് ഇതിലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. 603, 607. ഇവിടെ ഒരു 607 എൻട്രി ലഭിച്ചിട്ടുണ്ട് രണ്ടാമത്. ഫസ്റ്റ് ക്യാൻഡിൽ എന്തായാലും നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. 608 വരെ പോയിട്ടുണ്ടെങ്കിലും ആദ്യം 606 ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പോയിട്ടാണ് പിന്നെ താഴെ വന്ന് 605 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻട്രി കിട്ടിയില്ലായിരുന്നത്. രണ്ടാമത്തെ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് എൻട്രി കിട്ടി 607, 608, 608.80, 608.80, 609 വരെ പോയിട്ടുള്ളൂ. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് 612. അപ്പോൾ അതിൽ ഇന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാനാണ് സാധ്യത. നോക്കട്ടെ, സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുക എന്ന് പറഞ്ഞാൽ ലോ 604, ഇത് 606. ഇല്ല, സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. അപ്പോൾ അതിൽ ഇന്ന് പ്രോഫിറ്റ് ഇല്ല എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നുള്ളൂ. അടുത്തത് ഉഷാമാർട്ട്. ഉഷാമാർട്ടിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 412 412 ഓപ്പൺ ചെയ്തത് ഇന്ന് 412 തന്നെയാണ്. പിന്നീട് 427.80 വരെ പോയി 411 ലോ ചെയ്തു, 413.14 ക്ലോസ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ തുടക്കത്തിലെ ക്യാൻഡിലായതുകൊണ്ട് 412 എൻട്രി ലഭിച്ചിട്ടുണ്ടോ, എടുക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ എടുത്തിട്ടില്ല ഉഷാമാർട്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചവർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പ്രോഫിറ്റ് 427 വരെ പോയിട്ടുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ഇന്ന് വന്നത്. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നാളെ മറ്റൊരു ട്രേഡിംഗ് ടിപ്സുമായി സമയമുണ്ടെങ്കിൽ വരാം. എല്ലാവർക്കും നല്ല സന്തോഷകരമായ വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് 2 ദിവസം നിങ്ങൾ ഫ്രീ ആയിട്ട് നടക്കൂ. ഫ്രീ ആയിട്ട് ഒരു എൻജോയ്മെൻ്റായിട്ട് കുടുംബത്തോടൊപ്പം എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ യാത്രയൊക്കെ ചെയ്ത് വരൂ. ഓക്കെ, ബൈ.